ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു ഇൻഫർമേഷൻ പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. പുതിയതല്ല, ഞാൻ ഓൾറെഡി ഈ വിഷയത്തെക്കുറിച്ചിട്ട് ഒരു ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വിഷയത്തെക്കുറിച്ച് ഇപ്പോൾ നമ്മുടെ എംബസി ഓഫ് ഇന്ത്യ സാഗ്രിബിൻ്റെ സൈറ്റ് ഓപ്പൺ ചെയ്താൽ തന്നെ ഒരു നോട്ടിഫിക്കേഷൻ പോലെ കാണിക്കുന്നുണ്ട്. അപ്പോൾ സംഭവം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ക്രൊയേഷ്യയിലേക്ക് വരുന്നവർ ഇന്ത്യൻ ഒറിജിനൽ ലൈസൻസ് തന്നെ കയ്യിൽ കരുതുക. പഴയ മോഡലോ പുതിയ മോഡലോ ഏതായാലും കുഴപ്പമില്ല. സോ നിങ്ങളുടെ ക്രൊയേഷ്യയിലെ അറൈവൽ ഡേറ്റ് മുതൽ 1 ഇയറിലേക്ക് നിങ്ങൾക്ക് ഇന്ത്യൻ ലൈസൻസ്, ഒറിജിനൽ ലൈസൻസ് യൂസ് ചെയ്ത് ഇവിടെ വണ്ടി ഓടിക്കാവുന്നതാണ്. 1 ഇയറിന് ശേഷം അല്ലെങ്കിൽ 1 ഇയർ കംപ്ലീറ്റ് ആവുന്നതിന് മുമ്പേ തന്നെ ക്രൊയേഷ്യൻ ലൈസൻസിന് അപ്ലൈ ചെയ്യേണ്ടത് വളരെ മസ്റ്റായിട്ടുള്ളൊരു കാര്യമാണിപ്പോൾ. അപ്പോൾ ലൈസൻസിൻ്റെ ഡ്യൂപ്ലിക്കേറ്റഡ് കോപ്പി യൂസ് ചെയ്ത് വാഹനം ഓടിച്ചവരുടെയൊക്കെ അവസ്ഥ ഞാൻ എന്താണെന്ന് കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിരുന്നു. വലിയ പെനാൽറ്റീസ്, ഒരുപാട് പേര് ജയിലിൽ കിടന്നു. അതുപോലെ അതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇപ്പോൾ ഫുഡ് ഡെലിവറി ആണെങ്കിലും ടാക്സി ആണെങ്കിലും ആ ജോലി കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല ഇൻവെസ്റ്റിഗേഷൻ കംപ്ലീറ്റ് ആവുന്നത് വരെ. അങ്ങനെയൊക്കെയുള്ള പല പ്രശ്നങ്ങളും ഉണ്ട്. അപ്പോൾ എംബസിയുടെ തന്നെ സൈറ്റിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ എന്താണ് ക്രൊയേഷ്യൻ ലൈസൻസ് ചെയ്യേണ്ടതിൻ്റെ ഫോർമാറ്റ് അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ പ്രൊസീജിയർ എന്നുള്ളത്. ആ ഒരു ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ആവശ്യമുള്ളവർ ചെക്ക് ചെയ്ത് നോക്കുക. ഒന്നുമില്ല, ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ലൈസൻസ് കൊണ്ടുപോയിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തെടുക്കണം ക്രൊയേഷ്യനിൽ. അതുപോലെ മെഡിക്കൽ ചെക്കപ്പ് ഉണ്ട്. നമ്മൾ മെഡിക്കൽ ചെക്കപ്പിന് പോകുമ്പോൾ നമ്മൾ മസ്റ്റായിട്ട് ഡോക്ടറിൻ്റെ അടുത്ത് നിങ്ങൾക്ക് ഏതൊക്കെ കാറ്റഗറിയാണ് ലൈസൻസ് വേണ്ടത് എന്നുള്ളത് അവിടെ വെച്ച് തന്നെ നിങ്ങൾ ഉറപ്പിക്കുക. പിന്നെ ഫോട്ടോ ആണ്. ഫോട്ടോ ചില സ്ഥലങ്ങളിൽ ചോദിക്കില്ല, ചിലയിടത്ത് ചോദിക്കും. അതുപോലെ തന്നെ പല ഏരിയയിലെ സ്റ്റേഷനിലും പല റൂൾസാണ്. ചില സ്റ്റേഷനിൽ നമ്മുടെ എംബസിയുടെ പേപ്പേഴ്സോ കാര്യങ്ങളോ ഒന്നും ചോദിക്കില്ല. എന്നാൽ ചില സ്റ്റേഷനിൽ നിന്നും എംബസിയുടെ ഒരു പേപ്പറും കൂടി ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ലൈസൻസിൻ്റെ ഒരു പേയ്മെൻറ്റിൻ്റെ കേസെന്ന് പറഞ്ഞാൽ 1 മന്ത് കൊണ്ട് ടൈം എടുത്ത് മതിയെങ്കിൽ അതിനൊരു പേയ്മെൻറ്റ്, അല്ലെങ്കിൽ പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട് വേറെ പേയ്മെൻറ്റ്, അങ്ങനെ പേയ്മെൻറ്റ് ഡിഫറൻസിയേഷൻ ഉണ്ട്. അത് നമ്മുടെ ആവശ്യാനുസരണം പോലെ നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മുടെ TRC കാർഡും വേണം കേട്ടോ. അപ്പോൾ എല്ലാവരും എംബസിയുടെ മുന്നറിയിപ്പ് പോലെ തന്നെ ഒറിജിനൽ മാത്രം കയ്യിൽ സൂക്ഷിക്കുക. അപ്പം ഞാൻ നേരത്തെയും വീഡിയോയിൽ പറഞ്ഞിരുന്നു, ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി സൂക്ഷിക്കുന്നവർ എത്രയും പെട്ടെന്ന് അത് ഒഴിവാക്കുക. വെറുതെ പണി വാങ്ങി വയ്ക്കേണ്ട. ഏത് വഴിയാണ് പണി വരുന്നതെന്നൊന്നും നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ എംബസിയുടെ സൈറ്റിൽ വന്ന ചെറിയൊരു മുന്നറിയിപ്പിനെ കുറിച്ചിട്ടായിരുന്നു ഈ വീഡിയോ ഇത്രയും. ഇനിയും ഈ വിഷയത്തെക്കുറിച്ചിട്ടൊക്കെ അറിയാത്ത നിങ്ങളുടെ ആരെങ്കിലും ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ അവരെയും കൂടി ഈ വിവരങ്ങൾ അറിയിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ ബൈ, ടേക്ക് കെയർ.